പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 12ാം വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവിടെ 5ാം അധ്യായത്തിലെ 5ാം ഭാഗത്തിലെ കഥകൾ തുടരുകയാണ്. അതിൽ നളകുവരൻ്റെയും മണിഗ്രീവൻ്റെയും മോക്ഷത്തെക്കുറിച്ച് പറയുന്നു. ഒരിക്കൽ കൃഷ്ണനായുള്ള വെണ്ണ എടുക്കുവാൻ ആഗ്രഹിച്ച് യശോദ രാവിലെ പാൽ കടയാൻ തുടങ്ങി. താമസിയാതെ കൃഷ്ണനും ഉണർന്നു. അമ്മയെ കിടക്കയിൽ കാണുന്നില്ല. അവനവളെ അന്വേഷിക്കാൻ പുറപ്പെട്ടു. അവൻ അമ്മയെ മുറ്റത്ത് പാൽ കടയുന്നതായി കണ്ടെത്തി. അപ്പോൾ അവൻ പാൽ കുടിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ യശോദ കടച്ചിൽ നിർത്തി കൃഷ്ണന് മുലയൂട്ടുവാൻ തുടങ്ങി. അവളുടെ മുഖത്ത് വാത്സല്യം തുളുമ്പി. പെട്ടെന്ന് പാൽ അടുപ്പിൽ തിളച്ചു മറിയുവാൻ തുടങ്ങി. തിളയ്ക്കുന്ന പാൽ വാങ്ങിയെടുക്കുവാൻ യശോദ കൃഷ്ണനെ വിടുവിച്ചു പോയി. അതിൽ നിസ്സംഗത നിറഞ്ഞ കൃഷ്ണൻ കോപത്തോടെ തൈരുകുടം പൊട്ടിച്ചു. പിന്നെ അവൻ അകത്തേക്ക് പോയി വെണ്ണ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും യശോദ തിരിച്ചെത്തി. അവൾക്ക് കാര്യം മനസ്സിലായി. കയ്യിൽ ഒരു വടിയുമായി അവനെ തിരയാൻ തുടങ്ങി. വെണ്ണ കഴിച്ചതിന് ശേഷം കൃഷ്ണനപ്പോൾ കുരങ്ങുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. അമ്മ അരിശത്തോടെ അടുക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ ഉരലിന് മുകളിലൂടെ ചാടി ഓടി. യശോദ അവനെ പിന്തുടർന്നു. എന്നാൽ അവളുടെ വലിയ ശരീരം കാരണം പെട്ടെന്ന് ക്ഷീണിതയായി. അതിനുശേഷം യശോദ കൃഷ്ണനെ ശിക്ഷിക്കാൻ ഒരുങ്ങി. അവർ ഒരു കയർ കൊണ്ടുവന്ന് കൃഷ്ണനെ ഉരലിൽ കെട്ടിയിടുവാൻ ശ്രമിച്ചു. പെട്ടെന്ന് ആ കയറിൻ്റെ നീളം 2 വിരൽ വലുപ്പത്തിലേക്ക് ചുരുങ്ങി. അവർ പല കയറുകൾ കൂട്ടിച്ചേർത്തെങ്കിലും ഫലം ഒന്നുതന്നെയായിരുന്നു. ഓരോ തവണയും കയറുകൾ 2 വിരലിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ യശോദ വിയർത്തു കുളിച്ചു. അമ്മയെ വിഷാദാവസ്ഥയിൽ കണ്ട കൃഷ്ണൻ സ്വയം തന്നെ തൻ്റെ മായ പിൻവലിച്ചു. കുഞ്ഞിക്കണ്ണനെ ഒരു ഭാരമേറിയ ഉരലിൽ കെട്ടിയിട്ട് യശോദ പതിവ് വീട്ടുജോലികളിൽ മുഴുകി. ഉരലിൽ ബന്ധിപ്പിക്കപ്പെട്ട കൃഷ്ണൻ 2 കാവൽക്കാരെപ്പോലെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന 2 അർജുന മരങ്ങളിലേക്ക് നോക്കി. അവയ്ക്ക് മോക്ഷം നൽകാൻ അവൻ തീരുമാനിച്ചു. അപ്പോൾ മൈത്രേയൻ പരാശരനോട് ഈ വൃക്ഷങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ പരാശരൻ പറയുന്നു, ധനാധിപനായ കുബേരന് നളകുവരൻ, മണിഗ്രീവൻ എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം അവർ മന്ദാകിനി നദിയുടെ തീരത്ത് സുന്ദരികളായ സ്ത്രീകളുടെ മധുര സഹവാസം ആസ്വദിക്കുകയായിരുന്നു. യാദൃശ്ചികമായി ദേവർഷി നാരദൻ അവിടെ എത്തി. ലജ്ജ കാരണം സ്ത്രീകൾ പെട്ടെന്ന് വസ്ത്രങ്ങളെടുത്ത് നഗ്നത മറച്ചു. എന്നാൽ കുബേരന്റെ 2 പുത്രന്മാരും യാതൊരു നാണക്കേടും കൂടാതെ ധൈര്യത്തോടെ നിന്നു. തന്നോടുള്ള അവമതിപ്പിൽ കോപാകുലനായ നാരദൻ അവരെ മരങ്ങളായി മാറാനും 100 വർഷം ആ രൂപത്തിൽ തുടരുവാനും ശപിച്ചു. അവർ ക്ഷമയാചിച്ചപ്പോൾ വൃക്ഷത്തിന്റെ രൂപത്തിലാണെങ്കിൽ പോലും ദൈവത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ രക്ഷിക്കുമെന്നും നാരദൻ ദയ കാണിച്ചു. അങ്ങനെ തന്റെ പരമഭക്തനായ നാരദന്റെ വാക്കുകൾ സ്ഥായിയാക്കുവാൻ കൃഷ്ണൻ 2 അർജുന വൃക്ഷങ്ങളിലേക്ക് ഉരൽ വലിച്ചു. മരങ്ങൾക്കിടയിൽ ഉരൽ കുടുങ്ങിപ്പോകുന്ന വിധത്തിൽ അദ്ദേഹം നടന്നു. തുടർന്ന് കൃഷ്ണൻ ആ മരങ്ങൾക്കിടയിലൂടെ ഉരൽ വലിച്ചപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടു. വേരോടെ പിഴുതെറിയപ്പെട്ട മരങ്ങളിൽ നിന്ന് 2 ദിവ്യ പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ട് കൃഷ്ണന്റെ കാൽക്കൽ വണങ്ങി ശുദ്ധമായ ഹൃദയത്തോടെ അവനോട് പ്രാർത്ഥിച്ചു. തുടർന്നവർ തങ്ങളുടെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് തിരിച്ചുപോയി. പിഴുതെറിയപ്പെട്ട അർജുന മരങ്ങൾ ഇടിമുഴക്കത്തോടെ വീണു. ഭയന്ന് വിറച്ച ജനങ്ങൾക്കെല്ലാം എവിടെയോ ഇടിമിന്നൽ ഏറ്റതുപോലെ തോന്നി. നന്ദൻ ഉൾപ്പെടെയുള്ള എല്ലാ മുതിർന്നവരും ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തു. ഗോകുലത്തിൽ അടുത്തിടെയുണ്ടായ സംഘർഷം വർദ്ധിച്ചു വരികയാണെന്നും ബലരാമനെയും കൃഷ്ണനെയും പോലുള്ള കുട്ടികളെ വളർത്താൻ സാഹചര്യങ്ങൾ അനുയോജ്യമല്ലെന്നും അവർ ഏകകണ്ഠമായി തീരുമാനിക്കുന്നു. അതിനാൽ അവർ ഗോകുലം വിട്ട് പച്ചപ്പുള്ള വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് കുടിയേറാൻ തീരുമാനിച്ചു. അവരുടെ അഭിപ്രായത്തിൽ വൃന്ദാവനത്തിൽ തങ്ങളെയും തങ്ങളുടെ കന്നുകാലികളെയും പോറ്റാൻ ഉതകുന്ന ധാരാളം സസ്യജാലങ്ങളും ഫലഭൂയിഷ്ഠിതയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശുഭദിനത്തിൽ ഗോകുലത്തിലെ മുഴുവൻ ജനങ്ങളും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അവർ തങ്ങളുടെ വീട്ടു സാമഗ്രികൾ കാളവണ്ടികളിൽ കയറ്റി കന്നുകാലികളെ കൂട്ടമായി തെളിയിച്ച് യാത്ര തുടങ്ങി. വൃന്ദാവനത്തിലെത്തിയ ജനക്കൂട്ടം വീടുകൾ പണിയുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്തു. പരാശരൻ തുടർന്ന് പറഞ്ഞു, വൃന്ദാവനത്തിലെ പച്ചപ്പ് നിറഞ്ഞ പരിസ്ഥിതി, ഗോവർദ്ധന പർവ്വതം, സ്ഫടിക തുല്യമായ ജലാശയങ്ങൾ, യമുന നദിയുടെ മണൽ തീരങ്ങൾ തുടങ്ങിയവ ബലരാമന്റെയും കൃഷ്ണന്റെയും ഹൃദയങ്ങളെ ആനന്ദപുളകിതമാക്കി. സഹഗോപാലകരോടൊപ്പം അവർ അവിടെ പലതരം നാടകങ്ങൾ ആരംഭിച്ചു. ഒരു ദിവസം ബലരാമനും ശ്രീകൃഷ്ണനും യമുന നദിയുടെ തീരത്ത് കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു അസുരൻ പശുക്കിടാവിൻ്റെ വേഷം ധരിച്ച് കൂട്ടവുമായി ഇടകലർന്നു. അതിന് വ്യക്തമായ ദുരുദ്ദേശമുണ്ടായിരുന്നു. അസുരൻ പശുക്കിടാവിൻ്റെ വേഷം പൂണ്ട് കൂട്ടവുമായി ഇടകലരുന്നത് ഭഗവാൻ കൃഷ്ണൻ ഇതിനകം ഉണർന്നിരുന്നു. ബലരാമന് സൂചന നൽകിക്കൊണ്ട് അവർ ഒരുമിച്ച് പശുക്കിടാവിൻ്റെ അടുത്തെത്തി. പൊതുവെ അത് ആരോഗ്യവാനായി കാണപ്പെട്ടു. അതിനാൽ കൃഷ്ണനും ബലരാമനും അതിനെ പരിഹാസവും സംശയാധിക്യവും നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. പെട്ടെന്ന് അവർ അതിൻ്റെ പിൻകാലുകളിലും വാലിലും പിടിച്ച് കറക്കി ആകാശത്തേക്കെറിഞ്ഞു. അസുരൻ മരിച്ചതോടെ അവർ അതിനെ ഒരു ആപ്പിൾ മരത്തിൻ്റെ മുകളിലേക്കെറിഞ്ഞു.
ഒരു ദിവസം എല്ലാ ഗോപാലകരും തങ്ങളുടെ കന്നുകാലികളെ വെള്ളം കുടിപ്പിക്കാൻ ഒരു വലിയ കുളത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴവർ ചൂണ്ടിക്കാണിച്ചു, കരയിൽ ഒരു കുന്നുപോലെ ഒരു വലിയ ജീവി ഇരിക്കുന്നു. അതിന്റെ രൂപം കണ്ട് അവർ ഭയന്നു. ആ ജീവി യഥാർത്ഥത്തിൽ ഭഗൻ എന്ന അസുരനായിരുന്നു. അവൻ ഒരു വലിയ കൊക്കിന്റെ വേഷത്തിൽ അവിടെ എത്തിയിരിക്കുന്നു. അത് അത്യധികം ശക്തനും നീളമുള്ള കൊക്കുകളുള്ളതുമാണ്. ഗോപാലകർ അവന്റെ അടുത്തേക്ക് വന്നയുടനെ കൊക്ക് തിടുക്കത്തിൽ കൃഷ്ണനെ എടുത്ത് വിഴുങ്ങി. അതുകണ്ട ബലരാമൻ ഉൾപ്പെടെയുള്ള മറ്റ് ഗോപാലകർ സ്തബ്ധരായി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കൊക്കിനുള്ളിൽ ഭഗവാൻ കൃഷ്ണൻ അത്യധികം ചൂട് ഉത്ഭവിപ്പിച്ചു. അസുരന്റെ തൊണ്ടയിൽ കടുത്ത പൊള്ളലുണ്ടായി. അതിനാൽ അസുരന് കൃഷ്ണനെ വിഴുങ്ങാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഛർദ്ദിച്ചു. എന്നിട്ട് തന്റെ ശക്തമായ കൊക്ക് കൊണ്ട് കൊത്തുവാൻ തുടങ്ങി. എന്നാൽ ഭഗവാൻ തന്റെ 2 കൈകളും ഉപയോഗിച്ച് അസുരന്റെ വായ് വലിച്ചു കീറി. അസുരൻ മരിച്ചപ്പോൾ ഗോപാലകർക്കിടയിൽ സന്തോഷത്തിന്റെ അലയൊലികൾ ഉയർന്നു. ഒരു ദിവസം കൃഷ്ണൻ നന്ദനവനത്തിനടുത്ത് ഒരു വിനോദയാത്ര ആസൂത്രണം ചെയ്തു. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ സഹഗോപാലകരെ കാഹളം മുഴക്കി ഉണർത്തി. എല്ലാ ഗോപാലകരും അവരുടെ കന്നുകാലികളും ഒരുമിച്ച് കാട്ടിലേക്ക് പോയി. അവിടെ യമുനാ നദിയുടെ തീരത്ത് അവർ സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. നന്ദനവനം യഥാർത്ഥത്തിൽ അഘാസുരന്റെ വാസസ്ഥലമായിരുന്നു. കംസനാണ് അവനെ അവിടേക്ക് നിയോഗിച്ചത്. കളിച്ചു തിമിർക്കുന്ന ആൺകുട്ടികളെ കണ്ടപ്പോൾ അവനിൽ അത്യധികം അസൂയ തോന്നി. കൃഷ്ണൻ സ്വന്തം സഹോദരനായ ബകാസുരനെയും സഹോദരി പൂതനയെയും കൊന്നുവെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം സഹോദരങ്ങളുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ അസുരനത് അനുയോജ്യമായ നിമിഷമായി തോന്നി. പ്രതികാരാഴ്ചയിൽ അസുരൻ പെരുമ്പാമ്പിന്റെ വേഷം ധരിച്ച് വഴിയിൽ കിടക്കുകയും ഒരു ഗുഹ പോലെ വായ് തുറന്നു പിടിക്കുകയും ചെയ്തു. ഗോപാലകർ ആ കെണിയിൽ വീണു. അങ്ങനെ ജിജ്ഞാസയാൽ പ്രേരിതരായി എല്ലാ ഗോപാലകരും ഓരോരുത്തരായി അസുര വായിൽ പ്രവേശിച്ചു. തന്റെ സുഹൃത്തുക്കൾ അസുരന്റെ വായിൽ പ്രവേശിച്ചതായി ഭഗവാൻ കൃഷ്ണൻ കണ്ടപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവനും അകത്തേക്ക് പ്രവേശിച്ചു. അഘാസുരൻ ഭഗവാൻ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഗോപാലകരെയെല്ലാം ചവച്ചരയ്ക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഭഗവാൻ തന്റെ ശരീരം വലുതാക്കി അസുരന്റെ തൊണ്ട ഞെരുക്കി. അതോടെ അസുരന്റെ ശ്വാസം നിലച്ചു, കണ്ണുകൾ തുറിച്ചു. ഒടുവിൽ അവന്റെ പ്രാണൻ ബ്രഹ്മരന്ധ്രത്തിലൂടെ, അതായത് പ്രപഞ്ച സുഷിരത്തിലൂടെ ശരീരം വിട്ടുപോയി. അമൃത് ഊറുന്ന ദൃഷ്ടിയിനാൽ ഭഗവാൻ മരിച്ച ഗോപാലകരെയും അവരുടെ കന്നുകാലികളെയും ഉയിർപ്പിച്ചു. അവർ ഒരുമിച്ച് അസുരന്റെ വായിൽ നിന്നും പുറത്തു വന്നു. അസുരൻ മരിച്ചയുടനെ പെരുമ്പാമ്പിന്റെ വായിൽ നിന്നും ഒരു ദിവ്യജ്വാല ഉയർന്നു വന്നു. അത് ഭഗവാന്റെ ആഗമനത്തിനായി ഏതാനും നിമിഷം കാത്തിരുന്നു. ഭഗവാൻ കൃഷ്ണൻ പുറത്തു വന്നയുടൻ ആ ദിവ്യജ്വാല അവനിൽ ലയിച്ചു. പരാശരൻ പറയുന്നു, സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷമാണ് ഗോപാലകർ അഘാസുരിൽ നിന്നും രക്ഷ നേടിയ കഥ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞത്. ആ 1 വർഷത്തിൽ ഭഗവാന്റെ വളർച്ചയുടെ ദശയിൽ മറ്റൊരു സംഭവത്തിന് ഹേതുവായി. ബ്രഹ്മാവിന്റെ മിഥ്യാധാരണ ഇല്ലാതാക്കാൻ അദ്ദേഹം തന്റെ സഹഗോപാലകന്റെയും അവരുടെ കന്നുകാലികളുടെയും വേഷം സ്വീകരിച്ചു. അഘാസുരന്റെ ജീവിതം ദൈവവുമായി ലയിച്ചതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ തന്റെ സഹഗോപാലകരോടൊപ്പം യമുനാ നദിയുടെ തീരത്തെത്തി. അവർ തങ്ങളുടെ കന്നുകാലികളെ സ്വതന്ത്രമായി മേയാൻ അയച്ച് ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരുന്നു. എല്ലാ ഗോപാലകരും പരസ്പരം ഭക്ഷണം ആസ്വദിച്ചു. കാരണം അവർ കൃഷ്ണന് രുചികരമായ ഭക്ഷണം നൽകണമെന്ന് ആഗ്രഹിച്ചു. അതേസമയം അഘാസുരന്റെ മോക്ഷത്തിൽ അത്ഭുതപ്പെട്ട ബ്രഹ്മാവും അവിടെയെത്തി. കൃഷ്ണൻ മലിനമായ ഭക്ഷണം ഗോപാലകരോടൊപ്പം കഴിക്കുന്നത് കണ്ടു. ആ കാഴ്ച കണ്ടതോടെ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാരമാണോ എന്ന് ബ്രഹ്മാവിന് സംശയം തോന്നി. അങ്ങനെ മായയാൽ പ്രേരിതനായി ഭഗവാന്റെ അവതാരത്തിന്റെ ആധികാരികത പരീക്ഷിക്കാൻ ബ്രഹ്മാവ് ആദ്യം സർവ്വ കന്നുകാലികളെയും തട്ടിക്കൊണ്ടുപോയി. കൃഷ്ണൻ കന്നുകാലികളെ അന്വേഷിക്കാൻ പുറപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് ഗോപാലകരെയും തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു. താമസിയാതെ കൃഷ്ണന് ബ്രഹ്മാവിന്റെ തന്ത്രം മനസ്സിലായി. അതിനാൽ അവൻ തന്റെ സഹഗോപാലകരുടെയും കന്നുകാലികളുടെയും രൂപത്തിലേക്ക് സ്വയം മാറി. രൂപപ്പകർപ്പുകൾ, നിറം, സ്വഭാവം, പ്രവർത്തനങ്ങൾ, ശബ്ദം, വടികൾ, വസ്ത്രങ്ങൾ എന്നിവയിൽ പോലും ഗോപാലകരോട് അത്യധികം സാമ്യത പുലർത്തി. ഈ പകർപ്പുകൾ 1 വർഷം മുഴുവൻ നിലനിൽക്കുന്നു. ഗോപാലകരെയും കന്നുകാലികളെയും ഒളിപ്പിച്ച ശേഷം ബ്രഹ്മാവ് തിരിച്ചെത്തിയപ്പോൾ പതിവ് പോലെ ഗോപാലകരെയും കന്നുകാലികളെയും അവിടെ തന്നെ കണ്ടതിൽ ബ്രഹ്മാവ് സ്തബ്ധനായി. ഭഗവാൻ തന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് നൽകിയപ്പോൾ ബ്രഹ്മാവിന് തലകറക്കം അനുഭവപ്പെട്ടു. എല്ലാ പൊടിപടലങ്ങളിലും ബ്രഹ്മാവ് നാരായണനെ കണ്ടു. അതിനാൽ ബ്രഹ്മാവ് ഭഗവാന്റെ കാൽക്കൽ തല കുനിച്ചു പറഞ്ഞു, ഹേ ഭഗവാൻ, ഞാൻ നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങുന്നു. അഹങ്കാരം കൊണ്ടല്ല, ഭക്തി കൊണ്ട് മാത്രമേ നിങ്ങളെ കീഴടക്കാൻ കഴിയൂ. നിങ്ങളുടെ സർവ്വവ്യാപിയായ രൂപം ആർക്കും അറിയാൻ കഴിയില്ല. അങ്ങനെ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ബ്രഹ്മാവ് തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. ഗോപാലകർ 1 വർഷത്തേക്ക് ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ മിഥ്യാധാരണ സ്വാധീനം നിമിത്തം അരഞ്ഞൊടി മാത്രം കടന്നുപോയതായി അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അഘാസുരവധം നടന്ന് 1 വർഷത്തിന് ശേഷം മാത്രമാണ് അവർ അഘാസുരവധം നടന്ന സംഭവം അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞത്.
കൃഷ്ണനും ബലരാമനും 6-ാം വയസ്സിലെത്തിയപ്പോൾ കന്നുകാലികളെ മേയാൻ കൊണ്ടുപോകുവാനുള്ള അനുമതി അവർക്ക് ലഭിച്ചു. സഹഗോപാലകരോടൊപ്പം 2 സഹോദരന്മാരും അവരുടെ കന്നുകാലികളെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. അങ്ങനെ അവർ തങ്ങളുടെ പുണ്യപാദസ്പർശനത്താൽ വൃന്ദാവന ഭൂമിയെ പവിത്രമാക്കി. മനോഹരമായതും വർണ്ണാഭമായതുമായ പൂക്കളും മാധുര്യമേറുന്ന പഴങ്ങൾ കൊണ്ടും വൃന്ദാവനത്തിൻ്റെ ഭംഗി അത്യന്തം ഭഗവാൻ കൃഷ്ണനെ സന്തോഷിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിലും യമുനാ നദിയുടെ തീരത്തും തൻ്റെ കന്നുകാലികളെ മേയിക്കാറുണ്ടായിരുന്നു. ഓടക്കുഴൽ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിനോദമാണ്. ഒരു ദിവസം കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുദാമൻ പറഞ്ഞു, കൻഹയ്യ തൽവനം എന്നു പേരുള്ള മനോഹരമായ ഒരു വനമുണ്ട്. പഴുത്ത പഴങ്ങൾ നിറഞ്ഞ എണ്ണമറ്റ മരങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ആ കാടിനെ അടക്കി വാഴുന്ന ഒരു ഭീമാകാരനായ അസുരനാണ് ധേനുകാസുരൻ. അവൻ വളരെ ശക്തനാണ്. അതിനാൽ ആരും തന്നെ അവിടേക്ക് പ്രവേശിക്കാറില്ല. മൃഗങ്ങളും പക്ഷികളും പോലും ആ പ്രദേശം ഒഴിവാക്കുന്നു. എന്നാൽ ആ മാധുര്യമേറിയ ഫലങ്ങൾ കഴിക്കാൻ ഞങ്ങൾ പ്രലോഭിതരാക്കപ്പെടുന്നു. നിങ്ങളും ദൗ എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന ബലരാമനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കവിടെ പോയി ആ രുചികരമായ പഴങ്ങൾ കഴിക്കാം. അത് കേട്ട് കൃഷ്ണനും ബലരാമനും അവരെയെല്ലാം തൽവനത്തിലേക്ക് നയിച്ചു. അവിടെ എത്തിയപ്പോൾ മരങ്ങൾ പിടിച്ചു കുലുക്കി. പെട്ടെന്ന് തന്നെ പഴുത്തതും രുചികരവുമായ പഴങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഓരോ മരത്തിനു ചുവട്ടിലും കുന്നുകൂടി. എല്ലാ ഗോപാലകന്മാരും പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അവ ഭക്ഷിക്കുന്നതിനിടയിൽ അവർ ആരവം മുഴക്കി. പഴങ്ങൾ വീഴുന്ന ശബ്ദവും ഗോപാലകന്മാരുടെ ആർപ്പുവിളികളും കേട്ട് അസ്വസ്ഥനായ ധേനുകാസുരൻ ഒരു കഴുതയുടെ രൂപത്തിൽ അവിടെയെത്തി. അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ബലരാമനെ പ്രഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണൻ അവൻ്റെ പിൻകാലുകളിൽ പിടികൂടി വായുവിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ആഘാതത്തിൽ അസുരൻ വീണ് മരിച്ചു. അന്നു മുതൽ എല്ലാവരും നിർഭയരായി തൽവനം സന്ദർശിക്കുകയും കന്നുകാലികൾ അവിടെ സ്വതന്ത്രമായി മേയുവാനും തുടങ്ങി. ഒരു ദിവസം ബാലകൃഷ്ണൻ സുഹൃത്തുക്കളോടൊപ്പം യമുനാ തീരത്തെത്തി. ബലരാമൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. യമുനാ നദിയിലെ വെള്ളം കാളിയ നാഗത്തിൻ്റെ വിഷത്താൽ മലിനമായിരുന്നു. ആ ദിവസം അസാധാരണമാം വിധം ചൂട് അനുഭവപ്പെടുകയും എല്ലാ ഗോപാലകന്മാർക്കും കന്നുകാലികൾക്കും അത്യധികം ദാഹിക്കുകയും ചെയ്തു. അതിനാൽ യാതൊരു ചിന്തയും കൂടാതെ അവർ യമുനയിലെ വെള്ളം ആർത്തിയോടെ കുടിച്ചു. തൽക്ഷണം അവയെല്ലാം മരിച്ചു വീണു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അവരെയെല്ലാം തൻ്റെ അമൃത ദർശനത്താൽ പുനരുജ്ജീവിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ യമുനയിലെ ജലം ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അരയിൽ ഒരു തുണി ചുറ്റി കൃഷ്ണൻ ഒരു കദംബ മരത്തിൽ കയറി നദിയിലേക്ക് ചാടി. വെള്ളത്തിൽ ഭഗവാൻ കുളിക്കുവാനും വെള്ളം 4 പാടും തെറിപ്പിക്കുവാനും തുടങ്ങി. താമസിയാതെ തിരമാലകൾ ഉയർന്നു പൊങ്ങി. ശബ്ദത്തിലും അലയൊലികളിലും അസ്വസ്ഥനായ കാളിയൻ കോപാകുലനായി കൃഷ്ണന്റെ മുൻപാകെ ദ്രുതഗതിയിൽ ഉയർന്നു വന്നു. സുന്ദരനും മൃദുലനും ഇരുണ്ട നിറമുള്ളതുമായ ഒരു ആൺകുട്ടി വെള്ളത്തിൽ ആനന്ദത്തോടെ കളിച്ചുല്ലസിക്കുന്നത് അവൻ കണ്ടു. നാഗം കൃഷ്ണനെ കൊത്തുകയും തൻ്റെ ചുരുളുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും ചെയ്തു. കാളിയൻ്റെ ചുരുളുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഭഗവാൻ പൂർണ്ണമായും ചലനരഹിതനായി. മരണതുല്യമായ സാഹചര്യത്തിൽ കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാ ഗോപാലകരെയും പശുക്കളെയും അത്യധികം ദുഃഖത്തിലാഴ്ത്തി. അപ്പോൾ ഭഗവാൻ കാളിയൻ്റെ പിടിയിൽ നിന്ന് സ്വയം മോചിതനാകുന്നു. പിന്നെ അവർക്കിടയിൽ ഒരു ഒളിച്ചുകളി ആരംഭിച്ചു. ഭഗവാൻ വളരെ നേരം നാഗത്തിൽ നിന്നും സമർത്ഥമായി ഒഴിഞ്ഞു മാറി. അതിനുശേഷം അദ്ദേഹം കാളിയൻ്റെ ഫണത്തിന് മുകളിൽ കയറി നൃത്തം ചെയ്യാൻ തുടങ്ങി. ഗന്ധർവന്മാർ പോലുള്ള ദൈവാനുകൂലികൾ മൃദംഗം, ഉടുക്ക് തുടങ്ങിയവ വായിക്കാൻ തയ്യാറായി. ഭഗവാന്റെ പാദപീഡനത്തിൽ തളർന്ന കാളിയൻ ഉടൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. നാഗത്തിൻ്റെ പത്നിമാർ ഭഗവാനോട് കൈകൾ കൂപ്പി വണങ്ങി പ്രാർത്ഥിച്ചു. അല്ലയോ ഭഗവാനെ, ദുഷ്ടന്മാരെ അവരുടെ പാപകർമ്മങ്ങളെ ശിക്ഷിക്കാനാണ് അങ്ങയുടെ അവതാരം. ഞങ്ങളിലും അങ്ങ് കൃപ കാണിച്ചിരിക്കുന്നു. അങ്ങയുടെ പാദങ്ങൾ കാണാനും സ്പർശിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ഹേ ദൈവമേ, ഈ നാഗത്തിനി അങ്ങയുടെ ഊക്കം താങ്ങുവാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും അങ്ങയുടെ അടിമകളാണ്. കാളി ഞങ്ങളുടെ നാഥനാണ്. ദയവായി അദ്ദേഹത്തോട് ക്ഷമിക്കൂ. അവരുടെ നിരുപാധികമായ അഭ്യർത്ഥനയെ മാനിച്ച് ഭഗവാൻ കാളിയ മർദ്ദനം അവസാനിപ്പിച്ചു. അപ്പോൾ കാളിയൻ വിനീതനായി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ സൃഷ്ടിയിൽ ഞങ്ങൾ പാമ്പുകളാണ്. തമോ ഗുണത്തെ, അതായത് ഇരുണ്ട ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. അങ്ങയുടെ മായകളാൽ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. ഭഗവാൻ കാളിയനോട് അവൻ്റെ കുടുംബത്തോടൊപ്പം രമണക ദ്വീപിലേക്ക് കുടിയേറുവാൻ കൽപ്പിച്ചു. അതിനുശേഷം യമുനയിലെ വെള്ളം മനുഷ്യർക്കും മൃഗങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ടു. കാളിയനെ പരാജയപ്പെടുത്തിയ ശേഷം ഭഗവാൻ കൃഷ്ണനും വ്രജത്തിലെ, അതായത് വൃന്ദാവനത്തിലെ മറ്റെല്ലാ ജനങ്ങളും അത്യധികം ക്ഷീണിതരായിരുന്നു. അവരിൽ അത്യധികം വിശപ്പും ദാഹവും ഉണ്ടായിരുന്നതിനാൽ ക്ഷീണിതരായി കാണപ്പെട്ടു. അതിനാൽ അവർ വൃന്ദാവനത്തിലേക്ക് മടങ്ങാതെ രാത്രിയിൽ യമുനയുടെ തീരത്ത് തങ്ങി. വേനൽക്കാലത്തിൻ്റെ കടുത്ത ചൂട് കാരണം ചുറ്റുമുള്ള വനങ്ങൾ ഉണങ്ങിക്കരിഞ്ഞു ചുരുങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ ആ ചുരുങ്ങിപ്പോയ വനത്തിന് തീ പിടിച്ചു. ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾ അതിൽ അകപ്പെട്ടു. അവർ ഞെട്ടി ഉണർന്ന് കൃഷ്ണനിൽ അഭയം തേടി. അവരുടെ ഭയാനകമായ രൂപം കണ്ട് ഭഗവാൻ കൃഷ്ണൻ നരകത്തീ കുടിക്കുകയും അങ്ങനെ വിശ്വാസത്തോടെ തന്നിൽ ജീവൻ അർപ്പിച്ച നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു.
ഒരു ദിവസം ബലരാമനും കൃഷ്ണനും വനത്തിൽ മറ്റു ഗോപാലകരോടൊപ്പം അവരുടെ കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. കൃഷ്ണനെയും ബലരാമനെയും തട്ടിക്കൊണ്ടുപോകുവാൻ ഉദ്ദേശിച്ച് പ്രലംബൻ എന്ന അസുരൻ അവിടെയെത്തി. ഒരു ഗോപാലകന്റെ വേഷത്തിലായിരുന്നു ആ അസുരൻ വന്നതെങ്കിൽ പോലും ദൈവം അവനെ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. അവർ അവൻ്റെ സൗഹൃദാഭ്യർത്ഥന സ്വീകരിച്ചു. എന്നാൽ ആദ്യം അവനവൻ്റെ രക്ഷയ്ക്കുള്ള വഴിയെക്കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം ഭഗവാൻ തൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി, പാലകന്മാരെ, ഇന്ന് നമുക്ക് 2 സംഘങ്ങളായി പിരിഞ്ഞ് സന്തോഷത്തോടെ കളിക്കാം. അങ്ങനെ സംഘങ്ങളായി വിഭജിക്കപ്പെട്ട് ഓരോ സംഘവും കൃഷ്ണനെയും ബലരാമനെയും നായകന്മാരായി തിരഞ്ഞെടുത്തു. പരാജയപ്പെടുന്ന സംഘത്തിലെ അംഗങ്ങൾ വിജയികളാവുന്ന അംഗങ്ങളെ അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തേക്ക് അവരുടെ മുതുകിൽ ചുമന്നുകൊണ്ട് പോകണമെന്ന് വ്യവസ്ഥ ചെയ്തു. അങ്ങനെ കളി ആരംഭിച്ചു. താമസിയാതെ ഇരു സംഘങ്ങളും ഒരു വിജനമായ സ്ഥലത്തെത്തി. ഒരു സമയത്ത് ബലരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം വിജയിച്ചു. അങ്ങനെ കൃഷ്ണന്റെ സംഘത്തിലെ അംഗങ്ങൾ അവരെ മുതുകിൽ വഹിക്കേണ്ടി വന്നു. പ്രലംബൻ എന്ന ഗോപാലക വേഷധാരിയായ അസുരൻ ബലരാമനെ തന്റെ മുതുകിൽ ചുമന്നുകൊണ്ട് സവാരി വാഗ്ദാനം ചെയ്തു. ബലരാമൻ അസുരന്റെ പുറത്തു കയറി സവാരി ചെയ്യാൻ സമ്മതിച്ചു. എന്നാൽ അസുരന്റെ മുതുകിൽ കയറിയ ഉടൻ അസുരൻ കുതിച്ചു. പക്ഷേ ബലരാമന്റെ ഭാരം താങ്ങാൻ കഴിയാത്തതിനാൽ അയാൾക്ക് അധിക ദൂരം മുന്നോട്ടു പോകുവാൻ കഴിഞ്ഞില്ല. അസുരൻ തന്റെ ഭീമാകാരമായ വലിപ്പം വീണ്ടെടുക്കുകയും പറന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ആദ്യം ഭയന്നുപോയ ബലരാമൻ താമസിയാതെ തന്റെ യഥാർത്ഥ ശക്തികൾ മനസ്സിലാക്കി. മുഷ്ടി ചുരുട്ടി ശക്തമായി അസുരന്റെ തലയിൽ പ്രഹരിച്ചു. ആ പ്രഹരം അസുരന്റെ തല തകർക്കുകയും അവൻ ഒരു വലിയ പർവ്വതം പോലെ നിലംപതിച്ച് മരിച്ചു വീഴുകയും ചെയ്തു. പരാശരൻ പറയുന്നു, ഭഗവാൻ കൃഷ്ണന്റെ ബാല്യത്തിന്റെ ഭൂരിഭാഗവും വൃന്ദാവനത്തിലായിരുന്നു. അവിടെ അദ്ദേഹം കന്നുകാലികളെ മേയ്ക്കുകയും ഓടക്കുഴൽ വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ ഓടക്കുഴലിന് ദിവ്യവും മോഹിപ്പിക്കുന്നതുമായ ഒരു ശബ്ദമുണ്ടായിരുന്നു. മോഹിപ്പിക്കുന്ന ഈണങ്ങളാൽ ആകർഷിക്കപ്പെട്ട ഗോപികമാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി. ഭഗവത് സ്മരണകളാൽ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന മോഹിപ്പിക്കുന്ന വേണുഗീതവും അവർ കേട്ടു. ഒരു ഗോപിക തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഓ പ്രിയ സുഹൃത്തെ, ഭഗവാന്റെ സൗന്ദര്യം കാണാനും അവൻ്റെ ദയ സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ചതാണ് യഥാർത്ഥ മോക്ഷം. മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, ഓ സുഹൃത്തെ, ഈ ഓടക്കുഴൽ എത്ര തപസ് ചെയ്താണ് നന്ദനന്ദൻ്റെ ചുണ്ടുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഓടക്കുഴലിൻ്റെ സഹോദരങ്ങളും മരങ്ങളും മറ്റു സസ്യങ്ങളും പോലും അതിൻ്റെ ഭാഗ്യത്തിൽ സന്തുഷ്ടരാണ്. അതിനാൽ തന്നെ അവയുടെ ഇലകളും പൂക്കളും അവൻ്റെ മേൽ വർഷിക്കുന്നു. മറ്റൊരാൾ പറയുന്നു, സുഹൃത്തുക്കളെ, ഭഗവതി ലക്ഷ്മി പോലും വൈകുണ്ഠത്തിലെ തൻ്റെ ആഡംബര വാസസ്ഥലം ഉപേക്ഷിച്ച് ദേവകി നന്ദനെ കാണാൻ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ഗോപിക തൻ്റെ അസൂയ പ്രകടിപ്പിച്ചു, ഇത് നോക്കൂ, ഈ മാൻ പോലും നമ്മളെക്കാൾ മികച്ചതാണ്. അവളുടെ ഇമകൾ വെട്ടാതെ അവൾ ദൈവത്തെ മാത്രം വീക്ഷിച്ച് അതിൽ തന്നെ മുഴുകിയിരിക്കുന്നത് നോക്കൂ. ഓടക്കുഴലിൻ്റെ മധുരതരമായ മോഹിപ്പിക്കുന്ന ഈണങ്ങൾ കേട്ട് സ്വർഗീയ അപ്സരസുകൾ പോലും വൃന്ദാവനത്തിന് മുകളിലൂടെ ആകാശത്ത് ഒത്തുകൂടി. അവർ ഭഗവാൻ കൃഷ്ണന്റെ സൗന്ദര്യം കാണുകയും അവരുടെ പിന്നിയിട്ട കാർക്കൂന്തലിലെ പൂക്കൾ അവൻ്റെ മേൽ വർഷിക്കുകയും ചെയ്തു. ഓടക്കുഴലിൻ്റെ മോഹിപ്പിക്കുന്ന സംഗീതം കേട്ടപ്പോൾ പശുക്കൾ പോലും മേയുവാൻ മറന്നു. പശുക്കിടങ്ങൾ പാൽ നുകരുവാൻ മറന്നു. സ്വയം മറന്നവ കൃഷ്ണനെ നോക്കി നിൽക്കുന്നു. ഇതാണ് ഭഗവാൻ കൃഷ്ണനോടുള്ള യഥാർത്ഥ ഭക്തി. അവനെ കണ്ടെത്താൻ നിങ്ങൾ സ്വയം മറക്കണം. വൃന്ദാവനത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥയും സമാനമായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ കണ്ടതിന് ശേഷം അവർക്ക് ഒന്നും ഓർമ്മയില്ല. സ്വഗൃഹത്തിലേക്കുള്ള വഴി പോലും മറന്നു. അവർ പൂർണ്ണമായും മനോരാജ്യത്തിൽ മുങ്ങി. സ്വയം അറിയാതെ വനങ്ങളിൽ നിന്നു. ഒരു ഗോപിക ജന്തുജാലങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ സുഹൃത്തുക്കളെ, ഈ പക്ഷികളെ നോക്കൂ. ഈ പക്ഷികൾ പൂർവ്വജന്മത്തിൽ സന്യാസിമാരും ഋഷികളുമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ജന്മത്തിലും അവർ ഒരു മയക്കത്തിലാണ് ഇരിക്കുന്നത്. ഓടക്കുഴലിൻ്റെ മധുര സംഗീതം കേട്ട് അവർ തങ്ങളുടെ അറിവ് മറന്നുപോയിരിക്കുന്നു. യമുനയെ നോക്കൂ, അവൾക്ക് തൻ്റെ ആനന്ദം അടക്കുവാൻ കഴിയുന്നില്ല. അവൾ ആകാംക്ഷയോടെ ഭഗവാന്റെ പാദങ്ങൾ കഴുകാൻ തിരമാലകൾ തെറിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, കൂട്ടുകാരെ നോക്കൂ, ഈ ദീലാനി പർവ്വതം നമ്മളെക്കാൾ മികച്ചതാണ്. അവർക്ക് കൃഷ്ണന്റെ കാഴ്ചയിൽ നിന്ന് വളരെ ശക്തമായ ഒരു പ്രചോദനമുണ്ട്. ഗോവിന്ദൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പർവ്വതത്തിന്റെ ശരീരത്തിലെ പൊടി അവന്റെ പാദങ്ങളിൽ പുരട്ടുന്നു. ബ്രജ്നന്ദന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ച് അതിയായി സന്തോഷിക്കുന്ന ഈ പർവ്വതം ഭാഗ്യവതിയാണ്. അവൾ അദ്ദേഹത്തിന്റെ പരമഭക്തയാണ്. കൻഹയ്യ തന്റെ മധുരതരമായ ഓടക്കുഴൽ ഈണങ്ങൾ ഉപയോഗിച്ച് ജീവനില്ലാത്തവയ്ക്ക് പോലും ജീവൻ നൽകി. വൃന്ദാവനത്തിലെ അവിവാഹിതരായ പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതം ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്നതായി തോന്നി. അവരിൽ ഓരോരുത്തരും ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഹൃദയംഗമമായി ആഗ്രഹിച്ചു. അങ്ങനെ അവരുടെ ആഗ്രഹം സഫലമാക്കുന്നതിനായി വൃന്ദാവനത്തിലെ എല്ലാ കന്യക പെൺകുട്ടികളും ഹേമന്ത കാലഘട്ടത്തിൽ അതിരാവിലെ യമുനയിൽ കുളിച്ച് കാർത്യായനി ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. അവിവാഹിതരായ പെൺകുട്ടികൾ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മദനമോഹനൻ അറിഞ്ഞപ്പോൾ പുലർച്ചെ അവരെ കാണാൻ പോയി. പെൺകുട്ടികൾ നഗ്നരായി നദിയിൽ കുളിക്കുകയായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ കരയിൽ വെച്ചിരുന്നു. ഭഗവാൻ ആ വസ്ത്രങ്ങൾ രഹസ്യമായി അപഹരിച്ച് ഒരു കദംബ മരത്തിൽ കയറി.
ഭഗവാൻ ദുരുദ്ദേശത്തോടെയല്ല അവരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചത്. അവരുടെ കുറവുകൾ നീക്കം ചെയ്യുവാനും അവർ വെറും പെൺകുട്ടികളല്ല മറിച്ച് ശുദ്ധമായ ആത്മാക്കളാണെന്നും അവരുടെ യഥാർത്ഥ രൂപം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് അവൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ചത്. യഥാർത്ഥ സ്വത്വത്തെ തിരിച്ചറിയാതെ ഒരാൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഈ പെൺകുട്ടികൾ വേദങ്ങളുടെയും സാധനകളുടെയും സിദ്ധികളുടെയും ഋഷിമാരുടെയും ബ്രഹ്മവിദ്യകളുടെയും സ്തുതിഗീതങ്ങളായിരുന്നു. അവർ ദൈവത്തിന്റെ സാമീപ്യം ആസ്വദിക്കാൻ പെൺകുട്ടികളുടെ വേഷം പൂണ്ടു. ദൈവം അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചതിനാൽ അവരുടെ കാമത്തെ അവരിൽ നിന്ന് അപഹരിച്ചതായി സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപയാൽ അവർക്കെല്ലാം ദൈവത്തിന്റെ സഹവാസം ആസ്വദിക്കാൻ കഴിഞ്ഞു. പരാശരൻ തുടർന്ന് പറഞ്ഞു, അല്ലയോ മൈത്രേയ, അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തന്റെ മധുരതരമായ സംസാരത്തിലൂടെ വ്രജത്തിലെ പെൺകുട്ടികളുടെ ലജ്ജ ഇല്ലാതാക്കി. അവൻ അവരെ പരിഹസിച്ചു, പാവകളെപ്പോലെ നൃത്തം ചെയ്തു, നഗ്നരായി കുളിക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പോലും മോഷ്ടിച്ചു. എന്നാൽ അവർ അവന്റെ പ്രവൃത്തികളെ തടഞ്ഞില്ല. പകരം അവരുടെ പ്രിയപ്പെട്ട കൻഹയുടെ അടുത്ത സാന്നിധ്യത്തിൽ അവർ അതിയായി സന്തോഷിച്ചു. പ്രിയരെ, വിഷ്ണുപുരാണത്തിന്റെ 12-ാം ഭാഗം ഇവിടെ നിർത്തട്ടെ. 13-ാം വീഡിയോവിൽ കൃഷ്ണ ഭഗവാന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ടുമുട്ടാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.